എൻ്റെ എന്ന ചിത്രത്തിന്റെ മുഖ്യവേഷത്തിലെത്തുന്നത് നടൻ സിദ്ദിഖാണ്. ചിത്രത്തെക്കുറിച്ച് സിദ്ദിഖുമായി അമൃത ടി.വി റീജിയണൽ ബ്യൂറോ ഹെഡ് ദീപക് ധർമ്മടം നടത്തിയ അഭിമുഖത്തിലേക്ക്. നമസ്കാരം. ഷൂട്ട് ആൻഡ് ട്രാക്കിൽ ഇന്ന് കൊച്ചി സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സിദ്ദിഖ്. മലയാള സിനിമയിൽ മുഖവുരകൾ ആവശ്യമില്ലാത്ത സിദ്ദിഖ് ഇപ്പോൾ എൻ്റെ എന്ന പുതിയ സിനിമയിലെ വിശേഷങ്ങളുമായാണ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുന്നത്. സ്വാഗതം സിദ്ദിഖ്. നമസ്കാരം. എൻ്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഏറെ ചിത്രീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇന്നത്തെ വിവാദങ്ങൾ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്നത്തെ വിവാദമായ ഡൽഹി സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള കുറേ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി വെള്ളിത്തിരയിൽ എത്തിക്കുന്ന ഒരു സിനിമയാണ്. ആ നിലയിൽ എങ്ങനെയാണ് സിനിമ പ്രേക്ഷകർ കാണാൻ പോകുന്നതേ ഉള്ളൂ, എങ്ങനെയാണ് സിനിമയെ വിലയിരുത്തുന്നത് സിദ്ദിഖ്? എൻ്റെ എന്ന് പറയുന്ന ഒരു പൂർണ്ണമായ പേരല്ല. എൻ്റെ കഴിഞ്ഞിട്ട് അതിനകത്തൊരു ബ്ലാങ്ക് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഫില്ല് ചെയ്യാം. എൻ്റെ അച്ഛൻ, എൻ്റെ മകൾ, എൻ്റെ കുടുംബം, എൻ്റെ സിനിമ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇന്ന് മനുഷ്യന് മുമ്പായിരുന്നു ഒരുപാട് നമ്മുടെ ഉണ്ടായിരുന്നത്. ഇന്ന് ആളുകൾ ഒരുപാട് എൻ്റെയിലേക്ക് ഒതുങ്ങുന്നു. എൻ്റെ മാത്രമാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ. ബാക്കിയൊന്നും എല്ലാം മോശമാണ്. എൻ്റെ സിനിമയാണെങ്കിൽ നല്ല സിനിമ, അതെൻ്റെ ആണെങ്കിൽ മാത്രമേ എന്തും നന്നാവുന്നുള്ളൂ. ആളുകൾ എൻ്റെ അല്ലാത്ത എല്ലാത്തിനെയും ആളുകൾ തള്ളിപ്പറയുന്നൊരു കാലഘട്ടമാണത്. അപ്പോൾ ആ ഒരു സ്വാർത്ഥതയുടെ ഒരു കുഴപ്പങ്ങളാണ് സിനിമ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചിത്രത്തിൽ ഒരു എൻ്റെ മകളെ വളരെ നന്നായി സംരക്ഷിക്കപ്പെടുന്ന ഒരു പിതാവ്, ആ പിതാവിനെയാണ് സിദ്ദിഖ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എത്രമാത്രം മാതൃകയായ അച്ഛനെയാണ് താങ്കൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? എൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. എൻ്റെ മകളുടെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ എല്ലാ മക്കളും കൊതിക്കും ഇങ്ങനെ ഒരു അച്ഛനുണ്ടാവണമെന്ന്. എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് കൊതിക്കുന്ന ഒരു അച്ഛനെയാണ് ഞാൻ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണല്ലോ എപ്പോഴും അച്ഛനോട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുക. ആൺമക്കൾക്കുണ്ടാവുമെങ്കിൽ പോലും ആൺമക്കൾക്ക് കുറച്ചുകൂടെ അമ്മയോടായിരിക്കും ചിലപ്പോൾ അടുപ്പമുണ്ട്. ഇത് പെൺമക്കൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു മകൾ എപ്പോഴും ഇതുപോലൊരു അച്ഛൻ ഉണ്ടാവണം എന്ന് മോഹിക്കുന്ന ഒരു അച്ഛൻ കഥാപാത്രം തന്നെയാണ്. അതിലാണ് പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ പൊന്നു മോളാണെന്ന് പറയുന്നുണ്ട്. ആ മകൾ പറയുന്നുണ്ട്, സ്കൂളിൽ ഏറ്റവും വലിയ വിജയം കിട്ടുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ പിന്നിൽ, അച്ഛനുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ വിജയത്തിന് അർഹയായതെന്ന് പറയുന്നുണ്ട്. എൻ്റെ എല്ലാ വിജയങ്ങൾക്കും കാരണക്കാരൻ എൻ്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്ര ഗാഠമായൊരു ബന്ധം ഈ അച്ഛനും മകളും തമ്മിലുണ്ട്. ആ ബന്ധത്തിൻ്റെ കഥ തന്നെയാണ് പിന്നീട് പടം മുന്നോട്ട് പോകുമ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. സിദ്ദിഖ് നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഇല്ല, എൻ്റെ എന്നുള്ള അത് സ്വാർത്ഥതയിലേക്ക് മാറുന്ന ഒരു സമൂഹം, ഈ സമൂഹത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യം സ്വാഭാവികമായും സിനിമയിൽ കടന്നു വരാം. പക്ഷേ ഇതിൽ ഈ തരുണത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം അച്ഛൻ മക്കൾ ബന്ധങ്ങൾ, അമ്മ മകൾ ബന്ധങ്ങൾ, ഇത് പുനർനിർണ്ണയിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങളുടെ, രക്തബന്ധങ്ങളുടെ പോലും മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് ഈ പടം ഇറങ്ങുന്നത്. അതുമായി പടത്തിന് എത്രമാത്രം ബന്ധം വരുന്നു, അല്ലെങ്കിൽ അത്തരം ഘട്ടത്തിൽ പടത്തിൻ്റെ ഒരു ഇടപെടൽ എത്രമാത്രം ക്രിയാത്മകമാണ്? ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മുഴുവൻ ആക്കാത്തത് കൊണ്ടാണത്. ആ എൻ്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്ന് പറയുന്ന അതുപോലും എന്നിലേക്ക് മാത്രം ചുരുങ്ങുന്നു. ഇപ്പോൾ എൻ്റെ മകളില്ല, ഞാൻ മാത്രം. മറ്റേ നമ്മൾ ഏറ്റവും സ്നേഹിച്ചിരുന്ന എൻ്റെ മകളെയാണ്. പക്ഷേ ഇപ്പോൾ അതും പോയിരിക്കുന്നു. ഒരച്ഛൻ ഒരു മകളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ, അല്ലേ? മകളും സഹോദരിയൊക്കെ എനിക്ക് പണം ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്ന ചില സാധനങ്ങളായി മാറുന്നു ആളുകൾ. അത്ര സ്വാർത്ഥതയിലേക്ക് വരുന്നു. എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. ആ ഒരു രീതിയിലേക്ക് മനുഷ്യൻ ചുരുങ്ങിപ്പോകുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും അങ്ങനെ സംഭവിക്കുന്നത്. മറ്റു ആളുകളുടെ ഒന്നും ഞാൻ നോക്കുന്നില്ല, എനിക്ക് എൻ്റെ സന്തോഷം, എൻ്റെ സുഖം മാത്രം എന്ന രീതിയിലേക്ക് ആളുകൾ ഒതുങ്ങിപ്പോയാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മോശമായി ഫേസ് ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്ക് ഒരു സൂചന ഈ പടം നൽകുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ സമൂഹജീവിയാണ്, സമൂഹമായിട്ട് പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. എൻ്റെ മാത്രമല്ല, നമ്മുടെ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചേ പറ്റൂ. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റ് ഞാനൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് എൻ്റെ കോമ്പൗണ്ടിലിടാതെ മറ്റവൻ്റെ കോമ്പൗണ്ടിലേക്ക് ഇടുന്നു. എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി. റോഡിലേക്ക് ഇടുന്നു, ഞാൻ കൊണ്ടുപോയി റോഡിലിട്ടിട്ട് ഞാൻ ഉടനെ പറയുന്നു മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഡിസ്പോസൽ ശരിയല്ല, ഇവിടെ അവർ ചെയ്യുന്നില്ല. ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ഞാനാണ്, അത് മറന്നു പോകുന്നു. അപ്പോൾ എങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു പ്രവണത മനുഷ്യനിലേക്ക് ഒരുപാട് കൂടി വരുന്നു. നമ്മൾ വളരെ നിസ്സാരമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചെറിയ കുട്ടികൾ പോലും ഏതാ മൊബൈൽ ഫോൺ, ഇപ്പോൾ ഇന്ന കമ്പനിയുടെയാണ്, അത് പോരാ കേട്ടോ, ഇതാണ് നല്ലത്. എപ്പോഴും അങ്ങനെ എല്ലാത്തിലും ആളുകൾ കാണാം. ഈ കാറാണോ ഉപയോഗിക്കുന്നത്, ആ കാർ അത്ര പോരാന്നാണല്ലോ പറയുന്നത്, എൻ്റെ ഞാൻ ഇങ്ങനെ എല്ലാം എൻ്റെയാണ് നല്ലത്, എൻ്റെ കാര്യം. അതിനകത്തൊക്കെ മനുഷ്യൻ്റെ സ്വഭാവം തന്നെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയം തോന്നുന്നുണ്ട്. അതിനെല്ലാം ഒരു സൂചന ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ചിത്രം ആർക്കും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു ദുരന്തം, എവിടെ വെച്ചും എപ്പോഴെങ്കിലും സംഭവിക്കാവുന്ന ഒരു ദുരന്തം,
അങ്ങനെയുള്ള ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു ചിത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എത്രമാത്രം ശരിയാണത്? ഈ ദുരന്തങ്ങൾ ഒരിക്കലും നമുക്കുള്ളതല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കാർ ആക്സിഡൻറ്റ് കണ്ടാൽ പോലും നമ്മൾ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചിട്ട് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ച് പോയതിൻ്റെ പേരിലാണ് ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ. ഇത് അടുത്ത സെക്കൻഡിൽ എനിക്ക് സംഭവിക്കുമെന്നുള്ളൊരു ഭീതി, ഒരു ഭയമോ നമുക്കില്ല. ഡൽഹിയിലൊരു പെൺകുട്ടിക്ക് സംഭവിച്ചത് എത്രയോ കിലോമീറ്ററുകൾ അകലെ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ പോലുമില്ലാത്ത ഒരു രാജ്യത്ത് ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചു. നമ്മൾ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ കാരണങ്ങൾ കണ്ടെത്തും. രാത്രി 11 മണിക്ക് ബോയ് ഫ്രണ്ടുമായിട്ട് ബസ്സിൽ പോയതല്ലേ, അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് പറഞ്ഞ് കാരണങ്ങൾ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുക. നാളെ എൻ്റെ മകൾ ഇതുപോലെ പോവും, അത് ചിലപ്പോൾ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കില്ല, എൻ്റെ കൂടെ ആയിരിക്കും. ഞാനൊരു സ്ഥലത്ത് എൻ്റെ മകളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതും സംഭവിക്കാമല്ലോ എന്ന് ചിന്തിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അങ്ങനെ എപ്പോഴും എന്തും നമ്മൾ ശരി, മറ്റുള്ളവർ തെറ്റെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു പ്രവണതയുണ്ട്. നേരത്തെ ചോദിച്ചതുപോലെ ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു ദുരന്തം ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്നത്, എന്നാൽ സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ്. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ. സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്, നമ്മൾ സ്നേഹിക്കേണ്ടവരാണ്, അല്ലാതെ ഉപദ്രവിക്കാനും നമ്മുടെ ക്രൂരത കാണിക്കാനുമുള്ള ഒരു വിഭാഗമല്ല എന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കും. മറ്റൊന്ന്, ഇതിലെ ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രമാണ് സിദ്ദിഖിൻ്റെ മകൾ അഞ്ജലി പാട്ടീൽ അവതരിപ്പിച്ചിരിക്കുന്ന. ആ കഥാപാത്രത്തെ എങ്ങനെയാണ് താങ്കളെപ്പോലുള്ള ഒരു മുതിർന്ന നടൻ, ഒരു പുതിയ നായികാതാരത്തെ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസിനെ എങ്ങനെ വിലയിരുത്തുന്നത്? ഞാൻ ഒരുപാട് പുതിയ കുട്ടികളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലുള്ള ഈ പുതിയ ജനറേഷനിലുള്ള മിക്കവാറും എല്ലാ കുട്ടികളും, ആൺകുട്ടികളുടെ കൂടെ ആയാലും പെൺകുട്ടികളുടെ കൂടെ ആയാലും എല്ലാം ഞാൻ മിക്കവാറും പേരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ അഞ്ജലി എന്ന് പറയുന്നത് ആ കുട്ടി അഭിനയം പഠിച്ചിട്ടല്ല, ഡയറക്ഷനാണ് പഠിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഡയറക്ഷൻ പഠിച്ചിട്ടുണ്ട്, NSDയിലോ മറ്റോ ഡയറക്ഷൻ കോഴ്സ് പാസ്സായിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ അന്തം വിട്ടു പോകുന്ന രീതിയിൽ അഭിനയിക്കുന്ന കുട്ടിയാണ്. അത് അഭിനയിക്കാൻ വേണ്ടി മാത്രം ജനിച്ച കുട്ടിയാണെന്ന് തോന്നും. പിന്നെ സ്മിത പാട്ടീലിൻ്റെ എന്തോ ഒരു റിലേറ്റീവാണ് ആ കുട്ടി. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 വേർഷൻ എടുത്തിട്ടുണ്ട്. തെലുങ്കും മലയാളവും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തെലുങ്ക് ഡയലോഗുകൾ മാത്രം പഠിക്കാൻ ബുദ്ധിമുട്ടിയാൽ മതി. ഈ കുട്ടി മലയാളവും പഠിക്കണം, തെലുങ്ക് പഠിക്കണം. 2 ഡയലോഗും കാണാതെ പഠിച്ച് 2 ഭാഷകൾ സംസാരിച്ച്, അതിനറിയാൻ പാടില്ലാത്ത 2 ഭാഷകളും സംസാരിച്ച് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ആദ്യത്തെ സിനിമയാണ്, ഏറെക്കുറെ ആദ്യത്തെ സിനിമ എന്ന് പറയാം. മറ്റു ചില ഷോർട്ട് ഫിലിമുകളിൽ മാത്രം അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് പോയൊരു ശ്രീലങ്കൻ പടത്തിൽ അഭിനയിക്കുകയും ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് അർഹതയുള്ള കുട്ടി തന്നെയാണ്. നമുക്ക് സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാണ്. ഒരു നാഷണൽ ലെവലിലൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെടാവുന്ന നടി തന്നെയാണ്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ആ കുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കാം. പടം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുകയാണ്. മലയാളികളോട്, സിദ്ദിഖിനെ എക്കാലത്തും ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത മലയാളി പ്രേക്ഷകരോട് ഇതൊരു വെറും ഒരു എൻ്റർടൈൻമെൻറ്റിന് മാത്രമുള്ളൊരു സിനിമയല്ല. ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാളെ സംഭവിക്കാവുന്ന, എന്നാൽ സംഭവിക്കാൻ പാടില്ലാത്ത, എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് കരുതലാണ് എടുക്കേണ്ടത്? നമ്മളെങ്ങനെ ജീവിക്കണം? നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ നോക്കണം? നമ്മുടെ മക്കൾ അച്ഛന്മാരോട് എങ്ങനെ പെരുമാറണം? ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം? എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ, എൻ്റെ ഭാര്യയും മകളെയും സംരക്ഷിക്കാൻ ഞാൻ എന്ത് ജോലിയും ചെയ്യും. എനിക്ക് വലുത് എൻ്റെ കുടുംബമാണ്. ഞാൻ പോയിട്ട് മറ്റുള്ള ഒരാളുടെ കുടുംബം തകർന്നാലും ഞാൻ എൻ്റെ കുടുംബം സംരക്ഷിക്കും എന്ന് പറയുന്നത് ഒരാൾക്കും യോജിച്ച ഒരു കാര്യമല്ല. നമ്മളെപ്പോഴും, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ എന്ന് പറയുന്ന സ്വാർത്ഥതയിൽ നിന്നും നമ്മൾ ഒരല്പം മാറി നമ്മുടെ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് സംഭവിക്കുന്നത്. അത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു സൂചന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സിനിമ കണ്ടാൽ ലഭിക്കും. ഈ സിനിമ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണം ചെയ്യുന്ന സിനിമയായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും അത് ഉണ്ടാവട്ടെ. ഈ സിനിമ വിജയിപ്പിക്കാൻ മാക്സിമം സഹായിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. ഇത് നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉപകാരപ്രദമാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. തിരക്കുകൾക്കിടയിലും അമൃത സ്റ്റുഡിയോയിലെത്തി ഷൂട്ട് ആൻഡ് ട്രാക്കിനോടൊപ്പം പ്രേക്ഷകരോടൊപ്പം ഇതൊക്കെ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.